പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് സംഘത്തിന്റെ ഗീതങ്ങളിൽ ഉള്ളത്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചാണക്യ സീരിയല് പുറത്തു വന്നപ്പോൾ അതിലൊരു ഗീതമുണ്ട്. ഈ ഗീതം ആദ്യമായിട്ട് എഴുതിയപ്പോൾ തുമുക്കരോ രാഷ്ട്ര ആരാധന എന്നായിരുന്നു. അതായത് പാടുന്ന ആള് മറ്റുള്ളവരോട് പറയാണ് രാഷ്ട്ര ആരാധന ചെയ്യും, തുംകരോ, നീ ചെയ്യുക രാഷ്ട്ര ആരാധന. ഈ ഗീതം എഴുതി ആദ്യം കൊണ്ട് കൊടുത്തത് ഗുരുജിയുടെ കയ്യിലാണ്. അന്നത്തെ കാലത്ത് ഗുരുജി ഇത് വായിച്ച ഉടനെ തന്നെ ആദ്യം ചെയ്ത് പോക്കറ്റ് കിടന്ന പേന എടുത്തിട്ട് തൂ എന്നുള്ളത് ഹാ നാക്കി, ഹമുക്കരേ രാഷ്ട്ര ആരാധന, നമുക്ക് ചെയ്യാം രാഷ്ട്ര ആരാധന. ഇതാണ് സംഘത്തിന്റെ ഒരു സമീപനം. അതുകൊണ്ട് തന്നെ ആവണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഔറംഗാബാദിൽ, മഹാരാഷ്ട്രത്തിലെ ദേവഗിരി എന്നാണ് ആ സംസ്ഥാനത്തിന് പേര് പറയുക, സംഘത്തിന്റെ സംസ്ഥാനത്തിന്. ഇതിന്റെ ഒരു വലിയ പരിപാടി നടത്തി. അപ്പോൾ ആ പരിപാടിയുടെ തയ്യാറെടുപ്പും അതുണ്ടാക്കിയിട്ടുള്ള ആവേശം കൊണ്ട് പത്രമാധ്യമങ്ങൾ പലതും പലതരത്തിലുള്ള വാർത്തകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വിഷയം ഗീതങ്ങളായിരുന്നു. ആ ന്യൂസിൽ ആ ലേഖകൻ സ്വയംസേവനൊന്നുമല്ല അയാൾ, പക്ഷെ അയാൾ സസൂക്ഷ്മം പഠിച്ചിട്ട് സംഘത്തിന്റെ സവിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ ഗീതങ്ങൾ, പാട്ടുകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. വിശേഷിച്ച് നമ്മുടെ നാട്ടിൽ സംഘത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും ഇത്തരം പാട്ടുകൾ ഉണ്ടാവുക, പാട്ടുകൾ എഴുതുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഈ പാട്ടുകളുടെ ഒരു പ്രത്യേകത, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പാട്ടുകളിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ സംഘത്തിന്റെ ഗീതങ്ങളിൽ എപ്പോഴും അതിന്റെ പരിഹാരത്തെക്കുറിച്ചാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ആ പാട്ടുകളിൽ പോലും പറയുന്നത്. അതൊരു സർഗാത്മകമായ, ഭാവാത്മകമായ ഒരു ക്രിയേറ്റീവ് തോട്ടിന്റെ ലക്ഷണമാണ് എന്ന് പറയാറുണ്ട്. ഇതാണ് സംഘത്തിന്റെ ശാഖകളിൽ സ്വയംസേവകരുടെ ഗീതങ്ങളുടെ ഒരു പ്രത്യേകത.